നടക്കുന്ന വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ്. തൃശൂർ വെളപ്പായിൽ TTA ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. TT വിനോദാണ് കൊല്ലപ്പെട്ടത്. ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് TTA കൊന്നത്. പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് പാലക്കാട് വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിലായി. എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റിലാണ് സംഭവം. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. भैया मुझे लेके जाओ, ओडिशापुर लेके जाओ, एक बार ऐसा मारा. MS ലിഷോയുണ്ട്. ഈ ക്രൂരകൃത്യം നടന്ന സ്ഥലത്തു നിന്നും ലിഷോയ് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. അതിനുള്ള ഉദാഹരണമാണ് ഈ വിനോദിന്റെ ദാരുണമായ മരണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ നിന്നുള്ള കൂടുതൽ ഇപ്പോൾ വരുന്ന പുതിയ വിശദാംശങ്ങൾ. മൃതദേഹം ട്രാക്കിൽ നിന്ന് മാറ്റിയോ? അതിദാരുണമായ സംഭവം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു TTE അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്ക് വളപ്പായ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മുളങ്കുന്നത്തുകാവ് കഴിഞ്ഞ് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന ഒരു സ്ഥലത്താണ് ഈ വളപ്പായ എന്ന് പറയുന്നത്. വളപ്പായ മേൽപ്പാലത്തിന് താഴെ വെച്ചാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കിടക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ പാട്ന എക്സ്പ്രസ് ഈ ഭാഗത്തുകൂടി വടക്കാഞ്ചേരി ഷൊർണൂർ ഭാഗത്തേക്ക് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കത്തിനിടയിലാണ് ഈ TTE ഈ രജനീകാന്ത് എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത്. പെട്ടെന്ന് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഡോറിനടുത്താണ് സംസാരിച്ചുകൊണ്ട് നിന്നിരുന്നത്. ഈ സമയത്ത് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ തർക്കം മുറുകുകയും പെട്ടെന്ന് ഒരു പ്രകോപനം എന്ന രീതിക്ക് സംസാരിക്കുകയും രജനീകാന്ത് ഉടനടി തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തള്ളിയിടുകയുമാണ് ചെയ്തത്. അത് ഒരു ആൾ കാണുകയും ചെയ്തു. കണ്ട ഉടനെ തന്നെ തൊട്ടടുത്ത കോച്ചിലുണ്ടായിരുന്ന മറ്റൊരു TTE വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ TTE ഈ ഷൊർണൂർ ഭാഗത്ത് എത്തുന്നതിന് മുൻപായി ഈ റെയിൽവേ പോലീസിന് വിവരം നൽകുകയും ചെയ്തു. പക്ഷേ എവിടെ വെച്ചാണ് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നത്, എവിടെ വെച്ചാണ് ട്രാക്കിലേക്ക് ഈ വിനോദ് വീണത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള RPF സംഘം ഈ തൃശ്ശൂരിൽ നിന്ന് ഈ ട്രാക്ക് പരിശോധിച്ച് പലയിടങ്ങളിലായി പരിശോധിച്ച് ഒടുവിൽ ഏകദേശം 7:45 8 മണിക്കും ഇടയിലാണ് ഈ ഒരു വിനോദിൻ്റെ മൃതദേഹം ഈ ഒരു സ്ഥലത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലമെന്ന് പറയുന്നത് ഈ ലൂപ്പ് ലൈൻ ഉള്ള ഒരു സ്ഥലമാണ്. ഈ തൃശ്ശൂർ ഭാഗത്തു നിന്നും ട്രെയിൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വിനോദിൻ്റെ മൃതദേഹം ആ ഭാഗത്തേക്കാണ്, അതായത് ഈ ഡോറിൻ്റെ വലത്തെ ഭാഗത്തേക്കാണ് വീണത്. ആ വലത്തെ ഭാഗത്തെ ട്രാക്കിലേക്കാണ് മൃതദേഹം ആദ്യം വീണത്. ഒരുപക്ഷെ മറ്റ് ഏതെങ്കിലും ട്രെയിൻ ഈ വിനോദിൻ്റെ ദേഹത്തുകൂടി കയറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി RPF ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം വീണ ഒരു സ്ഥലമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 20 മീറ്ററോളം മാറി മൃതദേഹം കിടക്കുന്നു. പക്ഷേ മൃതദേഹത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കിടക്കുന്നത് അവിടെ നിന്നും ഏകദേശം ഒരു 20 മീറ്റർ മാറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ രജനീകാന്ത് മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രജനീകാന്തിനെ അധികം വൈകാതെ തന്നെ പാലക്കാട് നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ തൃശ്ശൂർ റെയിൽവേ പോലീസിനാണ് കൈമാറുക. തുടർ നടപടികളെല്ലാം തന്നെ അവിടെ വെച്ചായിരിക്കും നടക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. അതെല്ലാം തന്നെ അല്പസമയത്തിനകം പൂർത്തിയാക്കി മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അക്രമി രജനീകാന്തെ പിടികൂടിയത് പാലക്കാട് നിന്നാണ്. ആ സ്ഥലത്ത് നിന്ന് ഗോകുൽ VS കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, പ്രതിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളായോ? പിന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ രജനീകാന്തയുടെ കാലിൽ ഒരു മുറിവ് കെട്ടിയതായി കാണുന്നുണ്ട്. അത് ഈ ആക്രമണത്തിനിടയിലെങ്ങാനും പറ്റിയതാണോ? അല്ല, രജനീകാന്തയെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. രജനീകാന്തയുടെ കാലിൽ മുറിവ് വന്നത് എറണാകുളത്ത് വെച്ചാണ്. അതിനുശേഷം തിരിച്ച് ഒറീസയിലേക്ക്. ഈ മുറിവ് കാരണമാണ്, അതായത് കാലിലൂടെ സ്കൂട്ടർ കയറി ഇറങ്ങി, അങ്ങനെയാണ് ഈ മുറിവ് പറ്റിയത്. ഈ മുറിവ് കാരണമാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാനായി ഇയാൾ ട്രെയിനിൽ കയറിയത്. പക്ഷേ മദ്യപിച്ച് വലിയ മദ്യലഹരിയിലായിരുന്നു രജനീകാന്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു TTRുമായി വാക്ക് തർക്കമുണ്ടാവുകയും വിനോദിനെ തള്ളിയിടുന്നതും അടക്കമുള്ള കാര്യങ്ങളുണ്ടായത്. ട്രെയിനിൻ്റെ വാതിലിന്
കാറിൻ്റെ സമീപം ഇരുന്നാണ് രജനീകാന്ത് യാത്ര ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് TTR വിനോദ് വന്ന് ടിക്കറ്റ് ആവശ്യപ്പെട്ടത്. തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്യുക മാത്രമാണ് TTR ചെയ്തത്. പക്ഷേ എന്നാൽ രജനീകാന്ത് അതിൽ പ്രകോപിതനാവുകയും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വാക്കുതർക്കമുണ്ടായതും തന്നെ തള്ളി എന്ന് രജനീകാന്ത് പറയുന്ന ദൃശ്യം കാണാം. അതിനുശേഷം രജനീകാന്ത് തിരിച്ച് TTR തള്ളിയതായിരിക്കാം ഒരുപക്ഷെ ഉണ്ടായത്. ഏതായാലും 2 ദൃക്സാക്ഷികൾ ഈ ഒരു സംഭവത്തിലുണ്ട്. രണ്ടുപേരും ഒറീസ സ്വദേശികളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് വെച്ച് ഇവരുടെ മൊഴിയെടുത്തതിന് ശേഷം തിരികെ ആ ട്രെയിനിൽ തന്നെ എറണാകുളം പാട്ന ട്രെയിനിൽ തന്നെ ഇവരെ തിരിച്ച് പാട്നയിലേക്ക് വിടുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിലെ RPF ഒരുപക്ഷെ ആവശ്യം വന്നാൽ ഇവരെ നാളെയോ മറ്റു ദിവസങ്ങളിലോ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ട്രെയിനിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു, കോ പാസഞ്ചേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്നും മനസ്സിലാകുന്നു. പ്രാഥമികമായൊരു ചോദ്യം ചെയ്യലാണ് പാലക്കാട് വെച്ച് നടന്നത്. ഇതിനുശേഷം പാലക്കാട്ടെ തന്നെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് മെഡിക്കൽ എടുത്ത ശേഷം തൃശ്ശൂരിലേക്ക് അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോകും. ഇവിടെ നിന്ന് പാലക്കാട്ടെ ഈ RPF സ്റ്റേഷനിൽ നിന്ന് രജനീകാന്തയെ കൊണ്ടുപോയി ഇപ്പോൾ മെഡിക്കൽ എടുക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ തൃശ്ശൂരിലേക്ക് രജനീകാന്തയെ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോകുൽ, ഒരു കാര്യം കൂടി, ഈ രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തള്ളിയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയ ഒരു മരണമാണോ ഇത്? അങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് പോലീസ് കൂടുതലായി എന്തെങ്കിലും അന്വേഷിച്ചോ? ഇയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇയാളുടെ നാട്ടിലോ, അയാൾ ഇവിടെ എവിടെയാണ് പണിയെടുക്കുന്നത്, എന്തിനാണ്, എത്ര കാലമായി ഇവിടെ വന്നിട്ട്, ഇയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും മറ്റ് വിവരങ്ങൾ, ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഒരാളെ തള്ളിയിട്ട് കൊല്ലാൻ പാകത്തിന് മനസ്സുണ്ടെങ്കിൽ അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ള സ്വാഭാവികമായൊരു സംശയമാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ ഇതൊരു പ്രാഥമിക അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. അപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ടിക്കറ്റ് ചോദിച്ചു, അങ്ങനെ ഉണ്ടായ പ്രശ്നമാണ് ഈ തള്ളിയിടലിലേക്ക് നീങ്ങിയതെന്നും ഈ രജനീകാന്ത് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഇത് കണ്ടു നിന്നവർ പറഞ്ഞതുമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ RPFനുള്ളത്. ഇത് തൃശ്ശൂരിലേക്ക് കൈമാറി. ഈ കേസ് അന്വേഷിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് രജനീകാന്തയുടെ അടക്കം പശ്ചാത്തലം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അനശ്വര പറഞ്ഞ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായിരുന്ന ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഒരുപക്ഷെ വിനോദും ഇയാളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മുൻപരിചയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും കാരണങ്ങളോ പ്രകോപനങ്ങളോ ഒന്നും തന്നെ ഇതിനുണ്ടായതായി നമുക്ക് നിലവിൽ ഇപ്പോൾ കരുതാൻ കഴിയില്ല. പക്ഷേ ഈ അന്വേഷണം ഇനി നാളെയും മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകും. ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഒരു കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ. രജനീകാന്തിക്ക് വേറെ കേസുകൾ ഉണ്ടായിരുന്നോ, ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, ഇങ്ങനൊരു ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു അത് രജനീകാന്തിക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുള്ളൂ. നിലവിൽ അറിയാൻ കഴിയുന്ന ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ 1ഉം 2ഉം വാക്കുകൾ പറഞ്ഞ് രജനീകാന്തെയും വിനോദും തമ്മിലുണ്ടായ പ്രശ്നമാണ് ഈ ഒരു തള്ളിയിടലിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നീങ്ങിയതെന്നാണ് ആ ഒരു വിവരം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇനി കൂടുതൽ ഇയാളുടെ മദ്യലഹരി ഇറങ്ങിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരിക്കാം.